രാജാവ് വീണാൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ കൃത്യമായ പ്ലാനിംഗ് ഇറാന് മുമ്പിലുണ്ട്. അത് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളൊക്കെ മുൻകൂട്ടി ഇറാൻ കണ്ടിരിക്കാം. അതിന്റെ ഭാഗമായി കൃത്യമായി എങ്ങനെ തിരിച്ചടിച്ച് മുന്നോട്ട് പോകണം, എങ്ങനെ ഈ സൈനിക നീക്കം നടത്തണം എന്ന കാര്യത്തിലൊക്കെ തന്നെ വളരെ കൃത്യമായ പ്ലാനിംഗ് ഇതിനകം തന്നെ ഇറാന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് അരുൺ ഇവിടെ പറഞ്ഞതുപോലെ അയത്തുള്ള ഖമേനി ഉൾപ്പെടെയുള്ള 1, 2, 3 ട്രംപ് പറയുന്ന പോലെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇനി ആരൊക്കെ വരും അവരൊക്കെ ഞങ്ങൾ തീർത്തു എന്ന് പറയുന്ന എല്ലാവരും ഇല്ലാതായിട്ട് പോലും ഒരു കുലുക്കവുമില്ലാതെ ശക്തമായി ഇറാൻ തിരിച്ചടിക്കുന്നത്. തിരിച്ചടി എന്ന് പറഞ്ഞാൽ അത് ഇസ്രയേലിനെ ശക്തമായി ആക്രമിക്കുന്നുണ്ട്, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചുള്ള വലിയ ആക്രമണം നടത്തുന്നുണ്ട്. ഒപ്പം അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് നേരെയും രാജ്യങ്ങൾക്ക് നേരെയും ശക്തമായ ആക്രമണം ഇറാൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായി ഇറാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സംഘർഷം അവസാനിക്കണമെങ്കിൽ 1 ഇറാൻ തീരുമാനിക്കണം, 2 അമേരിക്ക ഈ ഒരു നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോകണം, 3 ഇപ്പോൾ അമേരിക്കയും ഇറാനുമല്ലാത്ത മറ്റ് ലോക ശക്തികൾ, ലോക രാജ്യങ്ങൾ, മൂന്നാം കക്ഷികൾ അവരുടെ സമ്മർദ്ദം ഇവർ അംഗീകരിക്കാൻ തയ്യാറാകണം. ഇത് 3ഉം ഉടൻ സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇറാൻ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ വീഴ്ത്തിയ സാഹചര്യത്തിൽ ഇത്രയും വലിയ ആഘാതം 550-ലധികം മനുഷ്യരെയാണ് കൊന്നൊടുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം വീട്ടാതെ ഇറാൻ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സാധ്യതയുമില്ല.